സോ മൈക്രോപ്രോസസർ ലെക്ചർ സീരീസിലെ നെക്സ്റ്റ് ലെസൺ 8255 IC ആണ്. സോ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ മെമ്മറി ഇൻ്റർഫേസിംഗ് ആണ് പഠിച്ചത്. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് IC നമ്പർ എന്താണ് 8255. അപ്പോൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ് ഇപ്പോൾ പഠിച്ചില്ലേ, മൈക്രോപ്രോസറും എന്താണ് ഒരു മെമ്മറിയുമായിട്ട് ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു പഠിച്ചു. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 8255 IC ആണ്. 8255 IC യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ മൈക്രോപ്രോസറിന് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന IC ആണ് 8255 IC. ദിസ് വൺ ഈസ് നോൺ ആസ് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് IC എന്നാണ് പറയുക. അപ്പോൾ മൈക്രോപ്രോസർ ഇപ്പോൾ കുറേ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോസറിലേക്ക് നമുക്ക് കമ്പ്യൂട്ടർ നോക്കുകയാണെങ്കിൽ CPU മോണിറ്റർ കണക്റ്റഡ് ആണ്. മോണിറ്റർ എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സറാണ് എന്ത് ചെയ്യുക, ഇത് പ്രോസസ്സർ എന്ത് ചെയ്യുന്നു, ഡേറ്റ ഡിസ്പ്ലേയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ആ ഡിസ്പ്ലേയിലാണ് നമ്മൾ വ്യൂ ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതിന് കീബോർഡ് ഉണ്ടാവും. കീബോർഡ് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ്. അത് നേരെ മൈക്രോ പ്രോസസറിലേക്ക് കണക്റ്റഡ് ആണ്. കീബോർഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ എല്ലാം പ്രോസസ്സർ റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പ്രോസസ്സർ റീഡ് ഡേറ്റ ഫ്രം കീബോർഡ്, പ്രോസസർ റൈറ്റ് ഡേറ്റ ടു മോണിറ്റർ എന്നല്ലേ. അപ്പം ഇതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് കുറേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് കണക്റ്റഡ് ആണ്. ഇങ്ങനെ എക്സ്റ്റേണൽ ഡിവൈസായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് പോർട്ടിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണം, ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന IC ആണെന്ന് 8255. സോ ദിസ് IC 8255 ക്യാൻ ബി പ്രോഗ്രാം ടു ട്രാൻസ്ഫർ ഡേറ്റ അണ്ടർ വേരിയസ് കണ്ടീഷൻ. അതിന് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഒക്കെ ഉണ്ട്. ഇൻപുട്ട് ഡേറ്റ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യാം, ഔട്ട്പുട്ട് ഡേറ്റ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഓരോരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഏത് ഫംഗ്ഷൻ ആയാലും ഡേറ്റ ട്രാൻസ്ഫർ അല്ലേ നടക്കുക. അപ്പോൾ അതിനെ നമുക്ക് പ്രോപ്പർലി പ്രോഗ്രാം ചെയ്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഈ 8255 ICയിൽ ടോട്ടലി 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആണുള്ളത്. മൊത്തത്തിൽ ഈ I⁻O എന്ന് വെച്ച മീനിങ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എയ്തർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, രണ്ടിനും യൂസ് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ 24 പിന്നുണ്ടെന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം 24 പിന്നുണ്ട്. ഈ 24 പിന്നിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ദേ ആർ പോർട്ട് A, പോർട്ട് B ആൻഡ് പോർട്ട് C. ഓക്കെ, അപ്പോൾ പോർട്ട് A എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 24 പിന്നിൽ 8 പിൻ, 24 പിന്നിൽ 8 പിൻ എന്താണ്, പോർട്ട് A ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അനദർ 8 പിൻ എന്താണ് യൂസ് ചെയ്യാം, പോർട്ട് B ആയിട്ടാണ് യൂസ് ചെയ്യുക. ഇനി അടുത്ത 8 പിൻസ് എന്താണ്, പോർട്ട് C ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ 24 പിൻ, 8 പോർട്ട് A, നെക്സ്റ്റ് റിമൈനിങ് 8 പോർട്ട് B, റിമൈനിങ് 8 പോർട്ട് C. ഇനി പോർട്ട് സിയുടെ ഒരു പ്രത്യേകത, ഈ പോർട്ട് സിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ്, ഇതിൻ്റെ അപ്പർ പോർഷനും ഇതിൻ്റെ ലോവർ പോർഷനും. ഓക്കെ, ദിസ് വൺ ഈസ് C അപ്പർ ആൻഡ് ദിസ് വൺ ഈസ് C ലോവർ. അപ്പോൾ ഇതിനെ 4 ബിറ്റായിട്ട് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് Aയും പോർട്ട് Bയും 8 ബിറ്റ് പോർട്ടായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. ബട്ട് പോർട്ട് Cയെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എയ്തർ ഇൻഡിവിജ്വൽ ബിറ്റായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിനെ 4 ബിറ്റിൻ്റെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് C അപ്പർ ആൻഡ് C ലോവർ. ഓക്കെ, അപ്പോൾ ഇതാണ് 8255 ICയുടെ 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്ന് ഇങ്ങനെയാണ് അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് കൺട്രോൾ രജിസ്റ്റർ. നമുക്ക് കൺട്രോൾ രജിസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. കൺട്രോൾ രജിസ്റ്റർ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ കുറേ പോർട്ടുണ്ട്. അതിന് നമുക്ക് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാം, ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് പോർട്ടിന് ഇൻപുട്ട് ഏതാണ്, ഔട്ട്പുട്ട് ഏതാണ് എന്നൊക്കെ അസൈൻ ചെയ്യുന്നതും, പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, ഏത് മോഡാണ് ഓരോ പോർട്ടും യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന രജിസ്റ്ററാണിത് കൺട്രോൾ രജിസ്റ്റർ. ഇതൊരു 8 ബിറ്റ് രജിസ്റ്ററാണ്. ഈ 8 ബിറ്റ് രജിസ്റ്ററിൽ ഓരോ ബിറ്റിൻ്റെയും ഫംഗ്ഷൻ നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഇവിടെ D0 to D7 വരെയുണ്ട്. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നമുക്ക് പഠിക്കണം. അപ്പോൾ മനസ്സിലാവും എന്താണ് കൺട്രോൾ രജിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഓരോ പോർട്ടും ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ അതേത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് കൺട്രോൾ രജിസ്റ്റർ. ദ ഫംഗ്ഷൻ ഓഫ് ദീസ് പോർട്ട്സ് ആർ ഡിഫൈൻഡ് ബൈ റൈറ്റിംഗ് എ കൺട്രോൾ വേർഡ് ഇൻ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ കൺട്രോൾ വേർഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ കൺട്രോൾ രജിസ്റ്ററിൻ്റെ കണ്ടന്റിനെയാണ് കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. ആ കൺട്രോൾ വേർഡാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് പോർട്ടിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്. ഇതാണ് 8255 IC. ഇതും ഒരു 40 പിൻ IC ആണ്. ഇത് മൈക്രോ പ്രോസസറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, പോർട്ട് A ആണ്. ഇത്രയും പിന്നാണ് പോർട്ട് A ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. 1 2 3 4 37 38 39 40. ഈ ICയുടെ ഇത്രയും പിൻ എന്താണ്, പോർട്ട് A ആണ്. പിന്നെ നമ്മൾ ലോവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും എന്താണ്, പോർട്ട് B ആണ്. 18 19 20 21 to 24 ഇത്രയും എന്താണ്, പോർട്ട് B ആണ്. പിന്നെ പോർട്ട് C എന്താണ്, ഇത് ഇത്രയാണ് പോർട്ട് C. അതിൽ പോർട്ട് സിയിൽ ഇത്രയും പോർഷൻ എന്തായിരിക്കും, അതിൻ്റെ അപ്പർ
സി അപ്പർ ആയിരിക്കും, ഇത്രയും പോർഷൻ എന്താണ് റിമൈനിങ്, ഇത്രയും പോർഷൻ സി ലോവർ ആണ്. അപ്പം അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, പോർട്ട് എ എന്താണ് PA നോട്ട് ടു PA7 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പോർട്ട് ബി എന്താണ് PB, പോർട്ട് ബി നോട്ട് ടു PB7 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സി എങ്ങനെയാണ് PC നോട്ട് ടു PC7 എന്നാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, PC നോട്ട് ടു PC7ൽ PC7 ടു PC4 എന്താണ് സി അപ്പർ ആണ്. അടുത്തത് PC3 ടു PC നോട്ട് എന്താണ് സി ലോവർ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ എന്നുള്ള എന്താണ് ഡേറ്റാ ബസ് ഉണ്ട്, D0 ടു D7 ഉണ്ട്. അപ്പോൾ ഇത് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നേരെ ഇതിലേക്ക് കണക്റ്റഡ് ആയിരിക്കും, നമ്മുടെ മൈക്രോ പ്രോസറിൻ്റെ AD0 ടു AD7 ഇല്ലേ അതിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അഡ്രസ് ഓർ ഡേറ്റാ ബസ് ഇല്ലേ അതിൻ്റെ ഡേറ്റാ ബസ്സിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. സോ നമുക്ക് മൈക്രോ പ്രോസർ ഇപ്പോൾ പോർട്ട് എയിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നു, ആ ഡിവൈസിലെ ഡേറ്റ റീഡ് ചെയ്യണം മൈക്രോ പ്രോസറിനെങ്കിൽ എന്താ മൈക്രോ പ്രോസർ ചെയ്യുക, മൈക്രോ പ്രോസർ നേരെ എന്തിലേക്ക് കണക്റ്റഡ് ആണ്, ഇതിൻ്റെ ഡേറ്റാ ബസ്സിലേക്ക് കണക്റ്റഡ് ആണ്. സോ പോർട്ട് എയിലുള്ള ഡേറ്റ ഈ പെർട്ടിക്കുലർ പിന്നിലെത്തും, ആ പിന്നിൽ നിന്ന് നേരെ ഡേറ്റാ ബസ്സിലൂടെ ഇതിൻ്റെ ഡേറ്റാ ബസ്സിലേക്ക് മൈക്രോ പ്രോസറിൻ്റെ ഡേറ്റാ ബസ്സിലേക്ക് പാസ് ചെയ്യും. അപ്പം അങ്ങനെ റീഡ് ചെയ്തെടുക്കും. അപ്പം അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഗ്രൗണ്ട് ഉണ്ട്, VCC ഉണ്ട്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നാണ് റീഡും റൈറ്റും CS ബാറും റീസെറ്റും. അപ്പോൾ റീഡും റൈറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അത് മൈക്രോ പ്രോസസർ ജനറേറ്റ് ചെയ്യുന്ന റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും അറിയില്ലേ, റീഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ റീഡ് സിഗ്നൽ ആക്റ്റീവ് ആയിരിക്കും, ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സിഗ്നൽ ആക്റ്റീവ് ആയിരിക്കും. മൈക്രോ പ്രോസസർ ഓൾറെഡി റീഡും റൈറ്റും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ICയുടെ ഈ 5th പിന്നിലേക്കും 36th പിന്നിലേക്കുമാണ്. അതുപോലെ CS ബാർ നമ്മൾ മെമ്മറി ഇന്റർഫേസിംഗ് പഠിച്ചില്ലേ, ചിപ്പ് സെലക്ട് പിൻ, അത് അഡ്രസ്സിൽ നിന്ന് ഡീകോഡ് ചെയ്തിട്ട് തന്നെയാണ് ചിപ്പ് സെലക്ട് ആക്റ്റീവ് ആവുക. എപ്പോഴാണോ ഈ CS ബാർ ഈ 6th പിന്നെ CS ബാർ ആക്റ്റീവ് ആവുക അപ്പോൾ മാത്രമേ ഈ IC എനേബിൾ ആവുള്ളൂ. പിന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് പിൻ ആക്റ്റീവ് ആക്കിയാൽ മതി. പിന്നെ ഇവിടെ A0 A1 എന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ് ബിറ്റ് തന്നെയാണ്. ഓക്കെ, മൈക്രോ പ്രോസസർ ഇപ്പോൾ ഒരു അഡ്രസ്സ് പാസ് ചെയ്യില്ലേ, ഒരു പെർട്ടിക്കുലർ ഡിവൈസിന് ഡേറ്റ റീഡോ റൈറ്റോ ചെയ്യണമെങ്കിൽ ഒരു അഡ്രസ്സ് പാസ് ചെയ്യും. ആ അഡ്രസ്സിലെ A1ഉം A0ഉം പിന്നെ നേരെ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് 8ലും 9ലുമാണ്. അതെന്തിനാണ് നമുക്ക് പഠിക്കും കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ആണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് ഓരോരോ പോർഷനായിട്ട് പഠിക്കാം. സോ ഇവിടെ ഫസ്റ്റ് സെക്ഷൻ ആണെങ്കിൽ ഇവിടെ ഈ പോർട്ടിന് നമുക്ക് ഓൾറെഡി പോർട്ട് എയും ബിയും സിയും ഉണ്ടെന്ന് പറഞ്ഞു. സി തന്നെ സി അപ്പറും ഉണ്ട്, സി ലോവറും ഉണ്ട്. ഇനി ഇതിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ളത് നമ്മുടെ പോർട്ട് എ ഉണ്ട്, പിന്നെ പോർട്ട് സിയുടെ അപ്പർ പോർഷനും, ഇതാണ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് ബിയിലുള്ളത് നമ്മുടെ പോർട്ട് ബിയും സിയുടെ ലോവർ പോർഷനും, അതാണ് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. അപ്പോൾ ആദ്യം ഡയഗ്രാം വരയ്ക്കുക. ഗ്രൂപ്പ് എ പോർട്ട് എ ഇത് 8 ബിറ്റ് ആണ്, ഇതും ഗ്രൂപ്പ് എ ആണ്. പോർട്ട് സി അപ്പർ 4 ബിറ്റ് ആണ്. അടുത്ത ഗ്രൂപ്പ് ബി രണ്ടെണ്ണം വരയ്ക്കുക, പോർട്ട് ബിയും പിന്നെന്താണ് ഇവിടെ ബി ആണ് കേട്ടോ, ബി. പോർട്ട് സി ലോവർ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, സിയുടെ രണ്ടും 4 ബിറ്റ് ആണ്, മറ്റേ രണ്ടും 8 ബിറ്റ് ആണ്. അത് ഇവിടെ ഡിനോട്ട് ചെയ്യാമല്ലോ. പോർട്ട് എ എന്ന് വെച്ചാൽ PA നോട്ട് ടു PA7, പോർട്ട് ബി എന്ന് വെച്ചാൽ PB നോട്ട് ടു PB7. ഇനി പോർട്ട് സി എഴുതാൻ ശ്രദ്ധിക്കണം, പോർട്ട് സിയുടെ അപ്പർ പോർഷൻ ആണെന്ന് വെച്ചാൽ എന്താണ് PC4 ടു PC7. അപ്പോൾ സിയുടെ ലോവർ പോർഷൻ എന്താണ് PC നോട്ട് ടു PC3. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബസ് കണക്ട് ചെയ്യുക, ഈ ബസ്സിലൂടെ എന്താണ് ഈ പോർട്ടിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഒരു പോർട്ട് കണക്ട് ചെയ്യത്തില്ല, ഒരു കേബിൾ വെച്ചൊക്കെ കണക്ട് ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ അവർക്ക് അപ്പോൾ ഈ ഒരു പോർട്ടിലേക്ക് കണക്റ്റഡ് ആണ്, അതാണ് ഈ ബസ് വരച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇത്രയും സെക്ഷൻ ഓക്കെ അല്ലേ. പിന്നെ അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ഇന്റേണൽ ഡേറ്റാബേസ്, ഈ ICയിലൊരു ഇന്റേണൽ ഡേറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പുകളെല്ലാം എന്താണ്, ഈ പോർട്ടുകളെല്ലാം ആ ഇന്റേണൽ ഡേറ്റാബേസിലേക്ക് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഈ ബസ്സുകളെല്ലാം വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മുടെ മൈക്രോ പ്രോസറിൻ്റെ ഡേറ്റാബേസ് ഇപ്പോൾ D7 ടു D0 നമ്മൾ പറഞ്ഞില്ലേ, പ്രോസറിൻ്റെ ഡേറ്റാബേസ് നേരെ ഇതിൻ്റെ ഡേറ്റാബേസിലേക്ക് കണക്റ്റഡ് ആണ്. D7 ടു D0 ICയിൽ പിന്നെ കണ്ടില്ലേ, അത് നേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാബേസ് ബഫറിലേക്കായിരിക്കും. ഓക്കെ, മൈക്രോ പ്രോസസർ നേരെ ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്, ഇവിടുന്ന് ഇത് നേരെ ഡേറ്റാബേസ് ബഫറിലേക്ക്. അപ്പോൾ ഈ ഡേറ്റാബേസിലൂടെ വരുന്ന സാധനം ബഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഡേറ്റാബേസ് ബഫർ. അവിടുന്ന് വീണ്ടും ഇന്റേണൽ ഡേറ്റാബേസിലൂടെ ഇതിലേക്ക് കണക്റ്റഡ് ആണ്, ഇതിലേക്ക് കണക്റ്റഡ് ആണ്, ഇവിടെ നേരെ എല്ലാത്തിലേക്കും കണക്ഷൻ വേണം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് റീഡും റൈറ്റും ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഡ്യുവൽ ബൈ ഡയറക്ഷണൽ ബസ് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇത്രയും സെക്ഷൻ വരയ്ക്കാമല്ലോ.
അപ്പോൾ ഇത് ഓർത്ത് വെച്ച് വരയ്ക്കുക. മൈക്രോ പ്രോസറിൻ്റെ ഡേറ്റാ ബസ് നേരെ ഇതിലേക്ക് കണക്റ്റഡാണ്. ഇതാണ് നമ്മുടെ 8255 ICയിൽ നമ്മൾ D0 to D7 പിൻ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇന്റേണലിൽ നേരെ ഒരു ഡേറ്റാ ബേസ് ബഫറിലേക്ക് കണക്റ്റഡാണ്. അവിടുന്ന് ഓരോ പോർട്ടിലേക്കും കണക്ഷൻ ഉണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു പോർട്ട് ചെയ്യുന്നൊരു ഡേറ്റ റീഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഇന്റേണൽ ബസ്സിലൂടെ നേരെ ഡേറ്റാ ബേസിലെത്തി അവിടെ നേരെ മൈക്രോ പ്രോസറിലേക്ക് കണക്ട് ചെയ്യണം. ഇനി റൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് മൈക്രോ പ്രോസറിൽ നിന്നൊരു ഡേറ്റ വന്നു ഇതിലൂടെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ എല്ലാം ബൈ ഡയറക്ഷനിലായിരിക്കണം. ഇനി അടുത്തൊരു സെക്ഷനാണ് റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലോജിക്. ഇപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലോജിക് എന്ന് വെച്ചാൽ ഈ ഹോൾ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ ആയിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റീഡ് സിഗ്നൽ ഇതിലേക്കാണ് വരിക, റൈറ്റ് സിഗ്നൽ, പിന്നെ A0യും A1ഉം അതെന്താണ് നമുക്ക് നെക്സ്റ്റ് പറയാം കേട്ടോ. പിന്നെ റീസെറ്റ് പിൻ, ഇത് ഫുൾ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് പിൻ ഉണ്ട്. പിന്നെ CS ബാർ ആണ് ചിപ്പ് സെലക്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഈ സെക്ഷനിലേക്കാണ് കണക്റ്റഡ്. ഇനി നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡയഗ്രം നോക്കാം. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡയഗ്രത്തിൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് A വരയ്ക്കുക, ഗ്രൂപ്പ് എയിൽ 2 സെക്ഷൻ വരയ്ക്കുക, ഗ്രൂപ്പ് ബിയിൽ 2 സെക്ഷൻ വരയ്ക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇവിടെ ബൈ ഡയറക്ഷണൽ ഡേറ്റാ ബസ് വരയ്ക്കുക. ഇവിടേക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഇന്റേണൽ ബസ്, ഇവിടേക്കും ഡയറക്ഷൻ ബസ്, പിന്നെ 8 ബിറ്റ് ഇന്റേണൽ ഡേറ്റാ ബസ് ബഫർ വരയ്ക്കുക. പിന്നെ ഇത് D7 to D0. ഓക്കെ, ബൈ ഡയറക്ഷണൽ ഡേറ്റാ ബസ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 2 സെക്ഷനാണ്, ഗ്രൂപ്പ് A കൺട്രോളും ഗ്രൂപ്പ് B കൺട്രോളും. ഗ്രൂപ്പ് A നമ്മൾ പറഞ്ഞു ഇത്രയും സെക്ഷനാണ് ഗ്രൂപ്പ് A, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സെക്ഷനാണ് ഇത്. അതുപോലെ ഇത് ഇത്രയും സെക്ഷനാണ് ഗ്രൂപ്പ് ബി, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ഇത്. ഓക്കെ, ഇങ്ങനെ 2 കൺട്രോൾ സെക്ഷൻ 2 ഉണ്ട്. ഇനി ഈ 2 കൺട്രോൾ സെക്ഷനെയും എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്കാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സിഗ്നൽ ഒന്ന് മാറിപ്പോയത് റീഡ് ബാർ, റൈറ്റ് ബാർ, A1, A0, റീസെറ്റ്, CS ബാർ. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാത്തിലേക്കും കണക്ഷൻ ഉണ്ട്. ഈ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്ക് ഇന്ന് എല്ലാത്തിലേക്കും കണക്ഷൻ ഉണ്ട്. ഇതാദ്യം ഈ ഗ്രൂപ്പ് B കൺട്രോളിലേക്ക് വരയ്ക്കുന്നു, അതുപോലെ തന്നെ ഗ്രൂപ്പ് A കൺട്രോളിലേക്ക് വരയ്ക്കുന്നു. അതുപോലെ ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നു, എല്ലാ പോർട്ടിലേക്കും എല്ലാത്തിലേക്കും ഇത് കണക്റ്റഡ് ആണ്. കാരണം ഇവരാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് റീഡാണോ റൈറ്റ് ആണോ ഏത് പോർട്ടാണ് എന്നുള്ള എല്ലാ കറസ്പോണ്ടിങ് സിഗ്നൽസും ഇവിടെ നിന്നാണ് വരിക. അപ്പോൾ ഇത് എല്ലാത്തിലേക്കും കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ നെക്സ്റ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രൂപ്പ് A കൺട്രോൾ എന്ന് വെച്ചാൽ ഈ 2 സെക്ഷനാണ്. ഇതിലേക്ക് 2ലേക്കും ഗ്രൂപ്പ് A കൺട്രോളിൽ നിന്ന് സിഗ്നൽ വരയ്ക്കണം. ഇനി ഗ്രൂപ്പ് B കൺട്രോൾ എന്താണ്, ഈ സെക്ഷനും ഈ സെക്ഷനും. ഇപ്പോൾ ഡയഗ്രാം വരയ്ക്കാൻ മനസ്സിലായോ? ഡയഗ്രാം ഈ ഒരു രീതിയിൽ തന്നെ ഓർത്ത് വെച്ചിട്ട് വരയ്ക്കുക. 2 ഗ്രൂപ്പ്, അതിനെ കൺട്രോൾ ചെയ്യാൻ ഗ്രൂപ്പ് Aയും ഗ്രൂപ്പ് Bയും, പിന്നെ കംപ്ലീറ്റ് എല്ലാം കൺട്രോൾ ചെയ്യാൻ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ ലോജിക്ക്. പിന്നെ ഡേറ്റാ ബേസ് ബഫർ വരയ്ക്കുക. ഡേറ്റാ ബേസ് ബഫറിൽ നിന്ന് നിങ്ങൾ ഈ എല്ലാ ബസ്സും കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ പവർ സപ്ലൈ +5 വോൾട്ട് ആണ്, പിന്നെ ഗ്രൗണ്ടും ഉണ്ടാവും. സോ ഇവിടെ റീഡ് സിഗ്നൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ദിസ് കൺട്രോൾ സിഗ്നൽ എനേബിൾ റീഡ് ഓപ്പറേഷൻ വെൻ ഇറ്റ് ഈസ് ലോ, ആക്റ്റീവ് ലോ ആണ്. ലോ ആകുമ്പോൾ എന്തായിരിക്കും, മൈക്രോ പ്രോസസർ റീഡ് ഡേറ്റ ഫ്രം സെലക്ടഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നു. ഇനി റൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, റൈറ്റ് ഓപ്പറേഷൻ ആണ്, മൈക്രോ പ്രോസസർ റൈറ്റ് ഇൻടു സെലക്ടഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഇനി റീസെറ്റ് എന്ന് വെച്ചാൽ ആക്റ്റീവ് ഹൈ സിഗ്നൽ ആണ്. ഇത് റീസെറ്റ് ആക്റ്റീവ് ആകുമ്പോൾ എന്താവും, അതിൽ കൺട്രോൾ രജിസ്റ്ററിലെ ഡേറ്റ എല്ലാം ക്ലിയർ ആവും, എല്ലാ പോർട്ടും ഇൻപുട്ട് മോഡിലേക്ക് അങ്ങ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. ഇതാണ് റീസെറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. പിന്നെ CS ബാറും A0 to A1 ആണ്, ഇത് ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചിപ്പ് സെലക്ട് ചെയ്യാനൊക്കെയുള്ളൊരു ഏത് പോർട്ടാണെന്ന് സെലക്ട് ചെയ്യാനൊക്കെയുള്ള 3 കൺട്രോൾ സിഗ്നലാണ് CS ബാറും A0 to A1ഉം. A0 to A1 എന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ് ബിറ്റിന്റെ A0 to A1ഉം തന്നെയാണ്. നമ്മൾ സാധാരണ മൈക്രോ പ്രോസറും മെമ്മറി ആയിട്ടുള്ള ഇന്റർഫേസും പോലെ തന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടും. മൈക്രോ പ്രോസർ ആദ്യം അഡ്രസ്സ് സെൻഡ് ചെയ്യും, ആ പർട്ടിക്കുലർ അഡ്രസ്സിലുള്ള ഡേറ്റ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നു. ആ ബേസിക് സംഭവം അത് തന്നെയാണ്. അപ്പോൾ ഈ അഡ്രസ്സിലെ A0യും A1ഉം ആണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. CS ബാർ എന്തായിരിക്കണം, 0 ആയിരിക്കണം. 0 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചിപ്പ് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. പിന്നെ A1 A0ന്റെ ഫംഗ്ഷൻ, ഇത് 0 ആണെങ്കിൽ പോർട്ട് A ആണ് സെലക്ട് ചെയ്യുക, 0 1 ആണെങ്കിൽ പോർട്ട് B ആണ്, 1 0 ആണെങ്കിൽ പോർട്ട് 0 ആണ്, പോർട്ട് C ആണ്, 1 1 ആണെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ. ഇപ്പോൾ മൈക്രോ പ്രോസറിന് കൺട്രോൾ രജിസ്റ്ററിലേക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ കൺട്രോൾ രജിസ്റ്ററിൽ ഓരോ ബിറ്റും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഈ പോർട്ടൊക്കെ ഏത് മോഡിലാണ്, നമുക്ക് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിക്കാനുണ്ട്. ഏത് മോഡിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഇവിടെയാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ മൈക്രോ പ്രോസർ എന്താണോ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡേറ്റ കൺട്രോൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ ടൈമിൽ A1 A0 എന്തായിരിക്കും, 1 1 ആയിരിക്കും. ഇനി CS ബാർ 1 ആണ്, ഇത് രണ്ടും നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആണെങ്കിൽ 8255 സെലക്റ്റഡ് അല്ല നമ്മിനി. അപ്പോൾ ഇതാണ് 8255ന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. നമുക്കിനി കൺട്രോൾ രജിസ്റ്റർ എന്താണെന്നും ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്താണെന്നും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.